ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം 21ാമത്തെ നോമ്പ്, ലാസ്റ്റത്തെ 10 21ാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പം എത്ര പെട്ടെന്ന് ആ നോമ്പ് പോയത് ഒരു പിടുത്തം കിട്ടണില്ല അല്ലേ. എപ്പോഴാ നോമ്പ് വന്നത്, എപ്പോഴാ നോമ്പ് പോയത്, ഇതാന്ന് അറിയുമ്പോഴത്തേക്കും വന്നു, ഇതാന്ന് അറിയുമ്പോഴത്തേക്കും പോവാണല്ലേ. ഇപ്പം ലാസ്റ്റത്തെ 21ാമത്തെ നോമ്പിൻ്റെ പുലർച്ചക്കുള്ള ഫുഡ് നമുക്ക് നമ്മളെ പള്ളിയിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പുലർച്ചക്ക് അത്താഴത്തിനുള്ള ഫുഡ് ഓരോ വീട്ടിലേക്ക് ഒരു ടോക്കൺ കൊടുത്ത് 6 പേര് കഴിക്കേണ്ട ഭക്ഷണമാണ് കേട്ടോ ഒരു വീട്ടിലേക്ക് തന്നെ. അങ്ങനെ തന്നെ ഞാനും സ്വത്തും അവിടെ വന്ന് ഇതിങ്ങനെ നോക്കാൻ കേട്ടോ. നല്ല വെളിച്ചവും കാര്യങ്ങളും നല്ല രസമാണ് കേട്ടോ കാണാനുണ്ടായിരുന്നേ. സ്വത്തൂനാണെങ്കിൽ അന്ന് ആ ഒരു ടൈമിൽ ഉറക്കേ ഉണ്ടായിരുന്നില്ല. ഓന് പുലർച്ചെ വരെ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴാ പോയി ഫുഡ് മേടിക്കാന്ന് ചോദിച്ചെങ്ങാണ്ട്. അങ്ങനെ ഇതാ പരിസരം കണ്ടോ, നല്ല രസമാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല. അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും പുലർച്ചക്ക് ഞങ്ങൾ കിടന്നിട്ടില്ല കേട്ടോ. കാരണം ഫുഡ് വാങ്ങിയിട്ട് അത് കഴിച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങിയിട്ട് അങ്ങനെ എണീക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് ഇങ്ങോട്ട് കഴിച്ചു. അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ ഉറങ്ങി. ഇതാ നോമ്പ് തുറക്കുള്ള സ്പെഷ്യൽ എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ഇന്നലത്തെ ബിരിയാണി അങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങനെ ദമ്മായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് പാലൊക്കെ അങ്ങോട്ട് സെറ്റാക്കി സേമിയൻ അങ്ങോട്ട് വേവിച്ചു. കസ് അങ്ങോട്ട് വെള്ളത്തിലിട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ റോൾ അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. ചിക്കൻ റോള് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഫില്ലപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ഫില്ലപ്പ് ബാക്കി ഉണ്ടായിരുന്നു, അതങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പോഴേക്കും മിക്ക കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്നു. അതൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ എണ്ണ കളയേണ്ട ഭയങ്കര വിലയാണെന്ന്. വെളിച്ചെണ്ണക്ക് ഇതുവരെ വില കുറഞ്ഞിട്ടില്ല മക്കളെ. അത് ഞാൻ കളയില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോഴേക്കും ബാങ്ക് കൊടുക്കേണ്ട ടൈമൊക്കെ ആയിട്ടോ. അപ്പോഴേക്കും ഫ്രിഡ്ജിലെടുത്ത് വെച്ച കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച മുന്തിരി മാത്രം ഉണ്ടായില്ല. മുന്തിരിയാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് കിടക്കേണ്ടത്, പക്ഷെ മുന്തിരി ഉണ്ടായില്ല. അങ്ങനെ അതൊക്കെ ഇങ്ങോട്ട് ഒന്നിച്ചിട്ടിട്ട് കസ്റ്റാർഡ് അങ്ങോട്ട് റെഡിയാക്കി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അവിടെ പാത്രങ്ങൾ അവിടെ കുന്നുകൂടി കിടക്കണില്ലേ, ആ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകാനായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. കസ്റ്റാർഡ് അങ്ങനെ നേരെ ഫ്രിഡ്ജിലോട്ടുണ്ട് വെച്ചു. കസ്റ്റാർഡിക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യുക കേട്ടോ. പക്ഷെ എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ വെറും പാലാണ് കേട്ടോ കൊടുത്തേ. ഒന്നുണ്ടായി ഒന്നുണ്ടാവില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് കഴുകി അപ്പോഴേക്കും ജ്യൂസ് അടിക്കാൻ പൈനാപ്പിൾ എടുത്തിട്ടോ. വേറെ ഒന്നും ഉണ്ടാക്കണില്ല. അങ്ങനെ പൈനാപ്പിൾ എടുത്ത് ജ്യൂസും അടിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സ്പെഷ്യല്. അപ്പോൾ ബിരിയാണി ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ബിരിയാണി. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിരിയാണി. പള്ളിക്കത്തെ ചോറ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ, ഏതൊരു പള്ളിക്കന്നായാലും. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലായ ഈ ഐറ്റംസുകളാണ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞാൻ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഗെയ്സ് 21ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.